കോറോ ഹെൽത്ത് പിരിച്ചുവിടലിൽ പ്രതിഷേധം ശക്തമായതോടെ അനുരഞ്ജന ചർച്ച നടത്താൻ തയ്യാറായി സർക്കാർ. കോറോ ഹെൽത്ത് മാനേജ്മെന്റുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഈ മാസം 10-ന് ചർച്ച നടത്താനാണ് തീരുമാനം. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ മറ്റ് തൊഴിലാളി വിഭാഗങ്ങളെ കൂടി അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം. കൂട്ടപ്പിരിച്ചുവിടലിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് കമ്പനി അധികൃതർ ആദ്യം ചർച്ചയ്ക്ക് തയ്യാറായത്. തൊഴിൽ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാളെ അനുരഞ്ജന ചർച്ച നിശ്ചയിച്ചെങ്കിലും പിന്നീട് കമ്പനി നിലപാട് മാറ്റുകയായിരുന്നു. ചർച്ച തീരുമാനിച്ച ശേഷവും പിരിച്ചുവിടലിൽ തുടർ നടപടികളിലേക്ക് കമ്പനി കടന്നതാണ് അനുരഞ്ജന നീക്കം പാളാനിടയാക്കിയത്. പിരിച്ചുവിട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2.5 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമെന്ന നിലയിൽ കമ്പനി ഇന്നലെ നിക്ഷേപിച്ചു. കേന്ദ്ര ലേബർ കോഡ് അനുസരിച്ച് പിരിച്ചുവിടുന്നതിനുള്ള നടപടികൾ ഇതോടെ കമ്പനി പൂർത്തിയാക്കി. കമ്പനി നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായതോടെ വിഷയത്തിൽ വീണ്ടും തൊഴിൽ വകുപ്പ് ഇടപെടുകയായിരുന്നു. കോറോ ഹെൽത്ത് മാനേജ്മെന്റുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഈ മാസം 10-ന് ചർച്ച നടത്താൻ തീരുമാനിച്ചു. കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണമെങ്കിൽ അതിനും നടപടികൾ സ്വീകരിക്കും. ജോലി നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മന്ത്രി ബിന്ദു കൃഷ്ണ പങ്കുവച്ചത്. സർക്കാർ അവരുമായി ചർച്ച നടത്തി അങ്ങനെ കൂട്ടപ്പിരിച്ചുവിടൽ പെട്ടെന്ന് പറ്റില്ല, നിയമവിരുദ്ധമാണ്, തികച്ചും നിയമവിരുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനിക്കെതിരെ നിയമ നടപടികൾ, അത്തരം കമ്പനിക്കെതിരെ നിയമ നടപടികൾ എന്ന സാഹചര്യത്തിലേക്ക് ആദ്യം പോകുന്നില്ല. പരമാവധി അവരുമായി ചർച്ച നടത്തി രമ്യമായി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ കമ്പനി അടച്ചുപൂട്ടി ഇവിടുന്ന് പോകാതെ ആ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള സാധ്യതകളും ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ട്. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ മറ്റു തൊഴിലാളി വിഭാഗങ്ങളെ കൂടി അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു. അടുത്ത ദിവസം ചർച്ച വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ചർച്ചയിൽ കമ്പനി പങ്കെടുക്കുമെന്ന കാര്യം തന്നെ സംശയകരമാണ്. നിശ്ചയമായും സംസ്ഥാന സർക്കാർ ഇതിനകത്ത് നിലപാടെടുക്കണം. സംസ്ഥാന സർക്കാർ ഈ നയത്തിനോടൊപ്പം നിൽക്കുകയാണോ എന്നിപ്പോൾ ന്യായമായും സംശയിക്കേണ്ട അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.